Hello students, today we are going to find the volume of solid of revolution given graphs of the region. Volume of a solid given graphs. Revolution may be about x-axis, about y-axis, axis parallel to x-axis, axis parallel to y-axis. Axis of revolution may or may not be border to the given region. That is, you have to apply Washer method or ordinary method seeing the graphs. Region പ്ലോട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രാഫ് കണ്ടിട്ട് നമ്മൾ സോളിഡ്സിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ട്രയാങ്കുലർ റീജിയൻ 1 0 0 1 and 1 1. This point is 1 1. ഇത് vertices ആയിട്ടുള്ള triangular region. It is shaded in the figure. Then you have to find 2 1 വെച്ച് ഇതുപോലെ ഒരെണ്ണം ചെയ്തതാണ്, അതല്ല പ്രോബ്ലം വേറെയാണ്. പിന്നെ നിങ്ങൾ 0 0 വെച്ച് ലോവർ ഷെയ്ഡ് ചെയ്യാത്ത ഫസ്റ്റ് ക്വാഡ്രന്റിലെ ലോവർ ട്രയാങ്കിൾ അസൈൻമെന്റ് ക്വസ്റ്റ്യനും ചെയ്തതാണ്. ആൻഡ് only figure and axis of revolution is indicated by this curved arrow. Axis of revolution is y-axis. This is x-axis, this is y-axis. എഴുതിയിട്ടില്ലെങ്കിലും x-axis y-axis അങ്ങനെ തന്നെയാണ് എടുക്കുക. അപ്പോൾ ആക്സിസ് ഓഫ് റെവല്യൂഷൻ y-axis ആണ്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യുക. ഔട്ടർ റേഡിയസ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് y എന്നാണ് കിട്ടുക. x ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് y. എക്സ് കോർഡിനേറ്റിലാണ് വേരിയേഷൻ. y ഇൻ്റഗ്രേഷൻ ചെയ്യാൻ y ഫിക്സഡ് ആയിട്ട് ഓരോ പോയിന്റിൽ നിർത്തുക. ഇപ്പോൾ റീജിയനിൽ ഏറ്റവും താഴെ y ഈക്വൽ ടു 0. അപ്പോൾ അതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്തത്. c ഈക്വൽ ടു 0 ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y, അതുകൊണ്ട് ഞാൻ c എഴുതിയത്. d ഈക്വൽ ടു പൊക്കത്തിലത് 0 1 1 1 കറസ്പോണ്ടിങ് ആയിട്ട് d ഈക്വൽ ടു 1. ഇത് കണ്ടിട്ടാണ് c ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. ഈ ലൈൻ കണ്ടിട്ടാണ് d ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത്. c 0 തുടങ്ങി d 1 വരെ y ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ y ഇവിടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് ആലോചിച്ചാൽ ഇതാണ് ആക്സിസ് ബോർഡർ അല്ല, y ആക്സിസ് ബോർഡർ അല്ല. അപ്പോൾ ഔട്ടർ റേഡിയസ് ഇന്നർ റേഡിയസ് നമുക്ക് വേണം. ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ R ഓഫ് y ആയിരിക്കും. അതെവിടുന്ന ആക്സിസ് y ആക്സിസിൽ നിന്ന് ഹിയർ x ഈക്വൽ ടു 0 ടു ഇത് കാണുമ്പോൾ അറിയാം 1 0 1 1 ജോയിൻ ചെയ്യുന്ന x ഈക്വൽ ടു 1ലേക്ക് മെഷർ ചെയ്യും. R ഓഫ് y ഈക്വൽ ടു 1. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ എഴുതണം. ഞാൻ പ്രോബ്ലം ചെയ്യാൻ നിങ്ങളെ ഒരുക്കാൻ വേണ്ടി അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. സ്മോൾ ആർ ഓഫ് വൈ, ഇത്തരം പ്രോബ്ലംസ് വേറെയും ചെയ്തതാണ്. സ്മോൾ ആർ ഓഫ് വൈ എന്ന് പറയുന്ന ആക്സിസ് വൈ ആക്സിസ് എക്സ് ഈക്വൽ ടു 0യിൽ നിന്ന് ഈ ലൈനിലേക്ക്. ആ ലൈൻ എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് എഴുതണം. ആ ലൈൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ എന്ന് കിട്ടും. ആർ ഓഫ് വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ. ആർ ഓഫ് വൈ ഈക്വൽ ടു 1 മൈനസ് വൈ, സ്മോൾ ആർ ഓഫ് വൈ കിട്ടും. ദെൻ വോളിയം v equal to pi into integral from c to d, c equal to 0, d equal to 1, capital R of y square minus small r of y square. y ക്ക് integration നിങ്ങൾ ഇക്വേഷൻ ഒക്കെ എഴുതിക്കണം. small r of y square into dy, capital R of y 1 square minus 1 minus y whole square into dy. സിംപ്ലിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ തനിയെ ചെയ്യുക. ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. Now we move to the second graph. Given the graph, second graph is like this: x-axis, y-axis, and here I have y equal to root of cos x. y equal to root of cos x ന്റെ ഗ്രാഫ് ആണ് ഇപ്പോൾ ഞാൻ കർവ്ഡ് ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത്. root of cos x. Then we have the line. അതിൻ്റെ പീക്ക് പോയിന്റ് y ഈക്വൽ ടു 1 ആണ്. ഇത് y ഈക്വൽ ടു 1ലാണ്. അപ്പോൾ അടുത്തത് y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനാണ്.
റീജിയൻ തന്നിരിക്കുന്നത് y ഈക്വൽ ടു 1നും y ഈക്വൽ ടു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ഇങ്ങനെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. y ഈക്വൽ ടു 1നും y ഈക്വൽ ടു റൂട്ട് കോസ് എക്സിനും y ഈക്വൽ ടു റൂട്ട് കോസ് എക്സ് എന്ന് എഴുതിയത് പോയല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? താഴത്തെ ഗ്രാഫാണ് y ഈക്വൽ ടു റൂട്ട് കോസ് എക്സ്. അപ്പം ഞാനത് അകത്തെഴുതാം. y ഈക്വൽ ടു 1 പൊക്കത്തിലേത്. y ഈക്വൽ ടു റൂട്ട് കോസ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. y ഈക്വൽ ടു റൂട്ട് ഓഫ് കോസ് എക്സ്, താഴത്തെ കർവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ക്ലിയർ ആവുമല്ലോ. ദിസ് പോയിന്റ് ഈസ് മൈനസ് പൈ ബൈ 2 ആൻഡ് ദിസ് പോയിന്റ് ഈസ് പൈ ബൈ 2 ആൻഡ് ആക്സിസ് ഓഫ് റെവല്യൂഷൻ ഈസ് എക്സ് ആക്സിസ്. ഇത്രയും ഒരു ഗ്രാഫ് മാത്രമേ തന്നിട്ടുള്ളൂ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ഒബ്റ്റൈൻ ബൈ റിവോൾവിംഗ് ദ ഷെയ്ഡഡ് റീജിയൻ ഇൻ ദ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് എന്താ? ആക്സിസ് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് റീജിയന് ബോർഡർ അല്ല, 2 പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന ഒഴികെ, അതുകൊണ്ട് കാര്യമില്ല. റീജിയൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന്റെ ബോർഡേഴ്സ് പൊക്കത്തിൽ y ഈക്വൽ ടു 1, താഴെ y ഈക്വൽ ടു റൂട്ട് കോസ് എക്സിന്റെ പാർട്ട്, ലെഫ്റ്റ് സൈഡിൽ എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2, റൈറ്റ് സൈഡിൽ എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ആണ്. അപ്പോൾ ആ ലൈൻസോ ആ കർവ്സോ ഒന്നും ബോർഡർ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വാഷർ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ട വന്നു. ഇവിടെയും വാഷർ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ട വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല വാഷർ മെത്തേഡ് ഒന്നും, ഫൈൻഡ് ദ വോളിയം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ചെക്ക് വെദർ ദ ആക്സിസ് ഇസ് എ ബോർഡർ ടു റീജിയൻ ഓഫ് റെവല്യൂഷൻ. അത് എഴുതേണ്ടതാണ് ആൻസറിൽ. ഹിയർ ദ ആക്സിസ് ഈസ് നോട്ട് എ ബോർഡർ ടു ദ ഗിവൺ റീജിയൻ, സോ വി യൂസ് വാഷർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. ആൻഡ് ദ ആക്സിസ് ഓഫ് റെവല്യൂഷൻ ഈസ് എക്സ് ആക്സിസ്. ഇന്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഈ റീജിയനിലെ ഏറ്റവും ചെറിയ എക്സ് തുടങ്ങി ഏറ്റവും വലിയ എക്സ് വരെ, ചെറിയ എക്സ് എ എന്നും വലിയ എക്സ് ബി എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ നമ്മുടെ എ മൈനസ് പൈ ബൈ 2 ബി പൈ ബൈ 2. ഞാൻ വാല്യൂസ് ഒക്കെ മാത്രം എഴുതാം, നിങ്ങൾ കംപ്ലീറ്റ് ആൻസർ എഴുതാം. എ ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ബി ഈക്വൽ ടു പൈ ബൈ 2. അത് രണ്ടും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വാഷർ മെത്തേഡ് ആയതുകൊണ്ട് റേഡിയസ് ആണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിലാണ്. അപ്പോൾ y പറയുന്നെങ്കിൽ എക്സ് അടുത്ത് എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ഫിക്സ് ചെയ്തു, റേഡിയസ് കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ഫിക്സ് ചെയ്തു, പിന്നെ y ആ വരിക. അപ്പോൾ എക്സ് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ക്രോസ് സെക്ഷൻ്റെ റേഡിയസ് ക്രോസ് സെക്ഷൻ എല്ലായിടത്തും ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലോചിച്ചാൽ മതി. എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ക്രോസ് സെക്ഷൻ ഫോം ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. എക്സ് ഈക്വൽ ടു മൈനസ് 1 ക്രോസ് സെക്ഷൻ ഫോം ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. എക്സ് ഈക്വൽ ടു 0 ക്രോസ് സെക്ഷൻ റേഡിയസ് ഇങ്ങനെ. എക്സ് ഈക്വൽ ടു ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു 0, ഇവിടെ y ഈക്വൽ ടു റൂട്ട് കോസ് എക്സ്, ഏറ്റവും പൊക്കത്തിൽ y ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ R, ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ തന്നെ ക്ലിയർ ആയി. എക്സിന്റെ കോൺസ്റ്റന്റ് ലിമിറ്റ്സ് കണ്ടുപിടിക്കുക. പിന്നെ y ഈക്വൽ ടു എക്സിന്റെ ടേംസിൽ y ആക്സിസിന് പാരലായിട്ട് നമ്മൾ റേഡിയസ് വരയ്ക്കുന്നു. ആർ ഓഫ് എക്സ് ഈക്വൽ ടു ഔട്ടർ റേഡിയസ് y ഈക്വൽ ടു 0യും y ഈക്വൽ ടു 1ഉം തമ്മിൽ 1. സ്മോൾ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എഴുതിയത് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി എഴുതുന്നത് 0 തുടങ്ങി റൂട്ട് കോസ് എക്സ് വരെ, ഇവിടെ വരെ ഉള്ളൂ. കണ്ടല്ലോ, ഇവിടെ വരെ ഉള്ളൂ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതെന്താവും? റൂട്ട് കോസ് എക്സ് മൈനസ് 0 റൂട്ട് ഓഫ് കോസ് എക്സ് എന്നായി. ദെൻ വോളിയം വാഷർ മെത്തേഡാണ്. പൈ ഇൻറ്റു ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. ക്യാപിറ്റൽ ആർ ഓഫ് എക്സ് സ്ക്വയർ 1 സ്ക്വയർ മൈനസ് സ്മോൾ ആർ ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് കോസ് എക്സ് സ്ക്വയർ കോസ് എക്സ് ആവും. ഞാനിങ്ങനെ തന്നെ എഴുതുവാണ്, സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ആക്സിസ് ആദ്യത്തെ പ്രോബ്ലത്തിൽ y ആക്സിസ് ആയിരുന്നു, ഈ പ്രോബ്ലത്തിൽ x ആക്സിസ് ആണ്. രണ്ട് കേസിലും ആക്സിസ് ഓഫ് റെവല്യൂഷൻ ബോർഡർ അല്ലായിരുന്നു. ഇനിയുള്ള ഇൻ്റഗ്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, അത് നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. then we can move to the next figure. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ഫിഗർ വരയ്ക്കാം. x axis, y axis, then given a line x equal to passing through the origin x equal to 3y divided by 2. ആ വരച്ച ലൈനിൻ്റെ ഇക്വേഷൻ x equal to 3y divided by 2 എന്നുള്ളതാണ്. then another line y equal to 2, y equal to 1, y equal to 2. യൂണിറ്റ് ഏതായാലും നിശ്ചയിച്ചിട്ട് y equal to 2 മാർക്ക് ചെയ്യുക.
ആക്സിസ് ഓഫ് റെവല്യൂഷൻ y ആക്സിസ്, റീജിയൻ ഷെയ്ഡഡ് ലൈക്ക് ദിസ്. ഈ ട്രയാങ്കുലർ റീജിയൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. പ്രോബ്ലംസ് മിക്സ് ചെയ്ത് കാണുമ്പോൾ മെത്തേഡ് ഏതാണ് എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വാഷർ മെത്തേഡാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഹോംവർക്ക് തന്നിരുന്ന വാഷർ മെത്തേഡ് അല്ലായിരുന്നു. എന്നിട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്സിസ് ഓഫ് റെവല്യൂഷൻ y ആക്സിസ്, കർവ്ഡ് ആരോ കാണുന്നു. ക്വസ്റ്റ്യനിൽ വേറെ ഒന്നുമില്ല, ഗ്രാഫ് മാത്രമേ ഉള്ളൂ. ആക്സിസ് ഓഫ് റെവല്യൂഷൻ y ആക്സിസ്, ദെൻ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y, ലീസ്റ്റ് y കോർഡിനേറ്റ് c ഈക്വൽ ടു 0. ഇവിടെ തന്നല്ല, നമ്മൾ എഴുതുക. ഹയസ്റ്റ് y കോർഡിനേറ്റ് d ഈക്വൽ ടു 2. അപ്പോൾ വാഷർ മെത്തേഡ് അല്ല, വാഷർ അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇൻഡു ഇടുക. വാഷർ അല്ല, ഓർഡിനറി ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ വാഷറിന്റെ ആവശ്യമില്ല. ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണെന്ന് മനസ്സിലായി. ലീസ്റ്റ് y കോർഡിനേറ്റ് c ഈക്വൽ ടു 0, ഹയസ്റ്റ് y കോർഡിനേറ്റ് d ഈക്വൽ ടു 2. അപ്പോൾ കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ഫോർ ഇന്റഗ്രേഷൻ ഫോർ y. ഇനി y c ഈക്വൽ ടു 0യിൽ ഫിക്സ് ചെയ്യുക, x വേരി ചെയ്യുക. y c ഈക്വൽ ടു 0 തുടങ്ങി d ഈക്വൽ ടു 2 വരെ മൂവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ y ഇവിടെയാണ് ഫിക്സ് ചെയ്യുന്നെങ്കിൽ x മൂവ് ചെയ്യും. ഇവിടുത്തെ x എന്താ? y ആക്സിസിൽ. ആക്സിസ് ഓഫ് റെവല്യൂഷനിൽ നിന്ന് ആക്സിസ് ഓഫ് റെവല്യൂഷൻ y ആക്സിസ് ഇസ് എ ബോർഡർ ടു ദ റീജിയൻ. അതുകൊണ്ട് വാഷർ മെത്തേഡിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് മെഷർ ചെയ്താൽ x ഈക്വൽ ടു 3y/2ന്റെ പാർട്ടാണിത്. അപ്പോൾ നമ്മളുടെ സോളിഡ് ഓഫ് റെവല്യൂഷന്റെ റേഡിയസ് എന്താ എഴുതുക? yക്ക് ഇന്റഗ്രേഷൻ x ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് y ആ നമ്മൾ കണ്ടുപിടിക്കുക. x ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു 3y/2 വരെയുള്ള ഡിസ്റ്റൻസ്, 3y ആക്സിസും ഈ ബോർഡറും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3y/2 മൈനസ് 0, r ഓഫ് y ഈക്വൽ ടു 3y/2. വോളിയം v ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം c ഈക്വൽ ടു 0 d ഈക്വൽ ടു 2 r ഓഫ് y ഹോൾ സ്ക്വയർ. വാഷർ മെത്തേഡൊന്നും അല്ല, r ഓഫ് y 3y/2 ഹോൾ സ്ക്വയർ dy എന്ന് നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. ദെൻ യു ഹാവ് എ ഫോർത്ത് ഗ്രാഫ്. നാലാമതൊരു ഗ്രാഫും കൂടി ഞാൻ തരാം. നാലാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്. y ആക്സിസ്, x ആക്സിസ്, സ്ക്വാഡ്രനിലെ പോർഷൻസ് ആണ് കൂടുതൽ. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓഫ് x ഈക്വൽ ടു tan π/4y, x ഈക്വൽ ടു tan π/4y, tan π/4yയുടെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. x ഈക്വൽ ടു tan π/4 ആൻഡ് the region is determined by x equal to tan π/4y, y equal to 1. y equal to 1 എന്ന് പോലും അവിടെ എഴുതിയിട്ടില്ല. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാഫ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ആകാം. അവിടെ 1 എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് x ആക്സിസ്, ദിസ് ഈസ് y ആക്സിസ്. പിന്നെ തന്നിരിക്കുന്നത് ഇവിടെ ഒരു കർവ്ഡ് ആരോയാണ്. ഈ റീജിയൻ പരാബോളയാന്നൊക്കെ തോന്നാം, പരാബോള അല്ല. x ഈക്വൽ ടു tan π/4yയുടെ ഗ്രാഫാണ് കാണുന്നത്. പരാബോള പോലെ ഫീൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ഷെയ്ഡ് കൊടുക്കുക. ഈ റീജിയൻ ആണ് റിവോൾവ് ചെയ്യുക എബൌട്ട് y ആക്സിസ്. എബൌട്ട് y ആക്സിസ് ആകുമ്പോൾ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y, ലീസ്റ്റ് y കോർഡിനേറ്റ്, ഹയസ്റ്റ് y കോർഡിനേറ്റ്, c ഈക്വൽ ടു ഏറ്റവും താഴെ 0, d ഈക്വൽ ടു ഏറ്റവും പൊക്കത്തിൽ സ്ട്രെയിറ്റ് ആണ് ആ ലൈൻ, d ഈക്വൽ ടു x ആക്സിസിന് പാരലലായിട്ടാണ്, d ഈക്വൽ ടു 1. ദെൻ യു ഹാവ് ടു y ഫിക്സ് ചെയ്തു. ദെൻ റേഡിയസ് തീരുമാനിക്കണം. ആക്സിസ് എങ്ങനെയാ? ബോർഡർ ആണോ? ആക്സിസ് y ആക്സിസ് ആണ്. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ബോർഡർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് വാഷർ മെത്തേഡിന്റെ ആവശ്യമില്ല. വാഷർ അല്ല, ഓർഡിനറി ഇന്റഗ്രേഷനിലാണ് നമ്മൾ ആൻസർ പറയുക. വാഷർ വേണ്ട, ഇവിടെയും വാഷർ വേണ്ട. അപ്പോൾ സോളിഡിന് ഹോളില്ല. റെവല്യൂഷൻ നടക്കുമ്പോൾ ബോർഡർ ആണ്, ആക്സിസ് ഓഫ് റെവല്യൂഷൻ ബോർഡർ ആണ്. അതുകൊണ്ട് സോളിഡിന് ഹോളില്ല. അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്നാ? റേഡിയസ് ഓഫ് ദ ക്രോസ് സെക്ഷൻ. റേഡിയസ് ഓഫ് ദ ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ R ഓഫ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y, r ഓഫ് y ഈക്വൽ ടു ആക്സിസിൽ നിന്ന് ബോർഡറിലേക്ക് മെഷർ ചെയ്യുക. ആക്സിസ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു tan π/4y, tan π/4y അത് വെച്ച്